മഴക്കാലമാണ്. വൃക്ഷങ്ങൾ എന്തായാലും നമുക്കൊരു ശല്യമാകുന്ന കാലമാണ് ഇത്. കാറ്റും മഴയും ഒക്കെ വരുമ്പോൾ അത് നമ്മുടെ പുരയിടത്തിലേക്കോ നമ്മുടെ സ്ഥലത്തേക്കോ ഒക്കെ മറിഞ്ഞു വീണാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഓർത്ത് എല്ലാവരും ഭയപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണിത്. പ്രത്യേകിച്ച് അയൽപക്കത്തെ മരമാണ് നമുക്ക് ഒരു ശല്യമാകുന്നതെങ്കിലോ. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീടിനടുത്ത ഒരു പുരയിടത്തിൽ പടർന്നു പന്തലിക്കുന്നതും ഒരു കറയുള്ളതുമായ ഒരു വൃക്ഷത്തൈ വച്ചുപിടിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അത് മാറ്റി നടാൻ പറഞ്ഞപ്പോൾ സാധ്യമല്ല എന്നായിരുന്നു അയൽവാസിയുടെ മറുപടി. അതേ പുരയിടത്തിലെ റബ്ബർ മരത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെയോ ചില്ല നിങ്ങളുടെ വീട്ടിൽ തട്ടി നിൽക്കുന്നതും അവർ മുറിച്ചു മാറ്റുന്നില്ല. ഇത് നിങ്ങൾ തന്നെ പണം മുടക്കി മുറിച്ചു മാറ്റാനാണ് അവർ നിർദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക. എവിടെയാണ് നിങ്ങൾ ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ പരാതിപ്പെടേണ്ടത്? നോക്കാം. ഏതു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അതിർത്തിയിലാണോ താമസം, ആ സ്ഥാപനത്തിന് പരാതി കൊടുത്താൽ മതി. കേരള പഞ്ചായത്തി രാജ് ആക്ട് 238 വകുപ്പ് അപായകരമായ വൃക്ഷങ്ങളുടെ കാര്യത്തിൽ മുൻകരുതലുകളും വേലികളും വൃക്ഷങ്ങളും വെട്ടിയൊരുക്കലും ഏതെങ്കിലും വൃക്ഷമോ വൃക്ഷത്തിൻ്റെ ഏതെങ്കിലും ശാഖയോ ഭാഗമോ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ കായ്കളോ വീഴാനും തന്മൂലം ഏതെങ്കിലും ആൾക്കോ എടുപ്പിനോ കൃഷിക്കോ ആപത്തുണ്ടാകാനും ഇടയുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് കരുതുന്ന പക്ഷം അപകടം ഉണ്ടാകുന്നത് തടയുന്നതിനായി നോട്ടീസ് മൂലം ആ വൃക്ഷത്തിൻ്റെ ഉടമസ്ഥനോട് ആ വൃക്ഷം ഉറപ്പിച്ചു നിർത്തുകയോ വെട്ടിക്കളയുകയോ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ കായ്കൾ നീക്കം ചെയ്യുന്നതിനോ ആവശ്യപ്പെടാം. യുക്തമെന്ന് തോന്നുന്ന നടപടി സ്വീകരിക്കാവുന്നതാണ്. അതിൻ്റെ ചെലവ് നികുതി കുടിശ്ശിക എന്ന പോലെ വൃക്ഷത്തിൻ്റെ ഉടമസ്ഥനിൽ നിന്ന് ഈടാക്കാവുന്നതാണ്. സമാന നിയമം മുനിസിപ്പാലിറ്റീസ് ആക്ടിലും ഉള്ളതാണ്. എന്നാൽ അയൽവാസി ഇന്ന വൃക്ഷം നട്ടുകൂടാ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഉടമസ്ഥന് തൻ്റെ വസ്തുവിൽ ഇഷ്ടമുള്ള വൃക്ഷങ്ങൾ വയ്ക്കാവുന്നതാണ്. എന്നാൽ അതിർത്തിയിൽ വലിയ വൃക്ഷങ്ങൾ വയ്ക്കാതിരിക്കുകയാണ് നല്ലത്. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു നിൽക്കുന്ന ചില്ലകൾ വെട്ടിമാറ്റാൻ അയൽ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ബാധ്യസ്ഥൻ തന്നെയാണ്. അപായകരമായ നിലയിൽ വളർന്നു നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് RDOയ്ക്കും സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിനും പരാതി കൊടുക്കാവുന്നതാണ്. എങ്കിലും ആദ്യം പഞ്ചായത്തിൽ പരാതി കൊടുത്ത് നിങ്ങൾ നോക്കുക. നമ്മുടെ സ്ഥലത്ത് നിന്നുകൊണ്ട് വെട്ടിക്കളയാവുന്ന ചില്ലകൾ നമ്മൾ വെട്ടിക്കളയുന്നതിന് ഒരു നിയമ തടസ്സവും ഇല്ല. എന്തായാലും ഈ ഒരു നിയമസാധുത എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മറ്റ് നിയമസാധുതകളും മറ്റ് ടിപ്സുകളുമായി വീണ്ടും എത്തുന്നതായിരിക്കും.